ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങുവാൻ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാർ അഗ്നിയുടെ അഭിഷേകം ഏറ്റുവാങ്ങി. അവർ ലോകരാജ്യങ്ങളിലേക്ക് പോയി ദേശങ്ങളെയും രാജ്യങ്ങളെയും ഇളക്കിമറിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറി. യോഹന്നാൻ സ്ലീഹ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായിട്ട് തീർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ ധൈര്യം? 2 തിമോത്തി 1:7. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് അവർക്ക് നൽകിയത്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ആത്മാവിനെ അവിടെ മേലെ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. അഗ്നിയുടെ സ്നാനമേറ്റുവാങ്ങിയവർ അത്ഭുത മനുഷ്യരായിട്ട് മാറുകയാണ്. അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് അവർ മാറി. തീ പന്തങ്ങളായിട്ട് അപ്പസ്തോലന്മാർ മാറി. ഹല്ലേലൂയ. നമ്മളെയും അതേ അഭിഷേകം ചെയ്ത് ശക്തരാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അഗ്നിയുടെ അഭിഷേകം വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ കരവീശി കാണിക്കാമോ? അഗ്നിയുടെ അഭിഷേകം എനിക്ക് വേണം കർത്താവേ, അഗ്നിയുടെ അഭിഷേകം വേണം. വലതുകരമെഴുത്തുനിന്ന് സ്തുതിച്ചേ ശക്തമായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ആരാധന, ആരാധന, ആരാധന. അപ്പസ്തോലനായ പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ ആയിരങ്ങൾ മാനസാന്തരപ്പെട്ട് സഭയോട് ചെന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ അഭിഷേകമാണ് തുറക്കേണ്ടത്. വചനം കേൾക്കുന്നവർ മാനസാന്തരപ്പെട്ട് വരണം, സഭയോട് ചേരണം. ഹല്ലേലൂയ. ശക്തമായൊരു അഭിഷേകം തുറക്കപ്പെട്ടെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന വിജാതിർ സഭയിലേക്ക് വരണം, അവർ സ്നാനമേൽക്കണം, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഇറങ്ങിയ അതേ അഭിഷേക ശക്തി നിറങ്ങണം. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യൻ അഗ്നി സ്നാനമേറ്റു, ആദ്യ പ്രസംഗം, അത് അഭിഷേകത്തിൻ്റെ ഒരു പടിയാണ്. അടുത്തത് നമ്മൾ കാണുന്നു അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഞാൻ ചുരുക്കി പറയുന്നു. പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലോട്ട് എന്തിനാ പോയത്? പ്രാർത്ഥിക്കാനാ ദേവാലയത്തിൽ പോന്നല്ലേ. അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ വാതിൽക്കൽ മുടന്തനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ഈ മുടന്തനായ മനുഷ്യനെ കണ്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് എന്ത് ചെയ്തു ഒന്ന് പറയാമോ? തൻ്റെ പോക്കറ്റ് കൈയിട്ട് ഇച്ചിരി പൈസ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, രാവിലെ മുതൽ ഇരിക്കുകയല്ലേ, പോയി ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ, ഞാനും യോഹന്നാനും പള്ളിയിലോട്ട് പോവാ, ഞങ്ങൾ ചെന്നിട്ട് പ്രാർത്ഥിക്കാം, ഒന്നും വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞോ? പിന്നെന്ത് ചെയ്തു? എൻ്റെ കൈവശം നിനക്ക് തരുവാൻ സ്വർണവും വെള്ളിയും ഒന്നുമില്ല, എൻ്റെ കൈവശമുള്ളത് ഞാൻ നിനക്ക് തരാം, എനിക്ക് തരാനുള്ളത് ഞാൻ തരാം. എനിക്ക് തരാനുള്ളത് എന്താ? എനിക്ക് തരാനുള്ളത് ഞാൻ തരാം. എന്നിട്ട് പറഞ്ഞു, അവിടെ വചനത്തിൽ പറയാ, ഇങ്ങോട്ട് നോക്കുക. പത്രോസ് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അവൻ്റെ പേരാണ് ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിപ്പുണ്ട്, നീ ഇങ്ങോട്ട് നോക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ആ മനുഷ്യൻ്റെ കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുക, നടക്കുക, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എണീക്കുക, നടക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എനിക്ക് തരാനുള്ളത് യേശുവിൻ്റെ നാമത്തിൽ എണീറ്റു നടക്കുക. സ്വർണം വെള്ളി ഒന്നും തരാനില്ല, എണീറ്റ് നടക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഇതുപോലെ കൊടുക്കാൻ വേണം. കയ്യിൽ കാശല്ല കൊടുക്കേണ്ടത്, കയ്യെ പിടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് പോകാൻ പറയാനുള്ള അഭിഷേകം അഗ്നിയുടെ സ്നാനത്തിലൂടെ ഏറ്റുവാങ്ങണം. നമ്മൾ അതിന് വില കൊടുക്കണം, അതിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്ക് വില കൊടുക്കാതെ, ശരിക്ക് ജീവിതം കൊടുക്കാതെ ഈ ഒരു അഭിഷേകത്തിലേക്ക് വളരാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ.
ഒറ്റ നിമിഷം കൊണ്ട് ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുകളിൽ നിന്ന് എവിടുന്നെങ്കിലും ശക്തി വന്നാണെന്ന്? അങ്ങനെ അന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പത്രോസ് കൈകൾ പിടിച്ചപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, പത്രോസിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ദൈവത്തിൻ്റെ ശക്തി ഒഴുകുക, ദൈവശക്തി ഒഴുകുക. ലൂക്ക 6:19 നമ്മൾ വായിക്കുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ എല്ലാം സൗഖ്യം പ്രാപിച്ചു. യേശുവിനെ കുറിച്ച് പറയുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതേ അഭിഷേകത്തിലേക്ക് ഇപ്പോൾ പത്രോസുമായി കഴിഞ്ഞു. അവൻ തൊട്ടാൽ ശക്തി ഒഴുകും, അവൻ്റെ ഉടുപ്പെ തൊട്ടാലും ശക്തി ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അഭിഷേകം ഏറ്റുവാങ്ങിയ പത്രോസ് പഴയ ജഡത്തിൻ്റെ മനുഷ്യനല്ല, ധൈര്യത്തിൻ്റെ, ശക്തിയുടെ, വചനത്തിൻ്റെ, കൃപാവരങ്ങളുടെ വലിയ മനുഷ്യനായിട്ട്, തീപ്പൊരിയായിട്ട് പത്രോസ് മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ഒരു തലമാണ് കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വിടുക, യേശുവിന്റെ നാമത്തിൽ പൊക്കോളാൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ തോത് വീണ്ടും പത്രോസ് അപ്പസ്തോലനിൽ വീണ്ടും വീണ്ടും അഭിഷേകത്തിൻ്റെ ശക്തി വളരുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു വന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവൻ ഏതാനും പിഴമേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. പത്രോസ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലെങ്കിലും അടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. അവരോട് ചേരുവാൻ എല്ലാവരും ഭയപ്പെട്ടു. പിന്നെ അടുത്ത വചനം പറയുന്നു, അനേകർ സഭയോട് ചേർന്നു. പത്രോസിനെ നെല്ലടിച്ച രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്ന അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. അനേകർ സൗഖ്യത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു ആത്മീയ രഹസ്യമുണ്ട്. ഇവിടെ പത്രോസ് അപ്പസ്തോലൻ ദൈവവചന പ്രഘോഷം നടത്തുന്നില്ല. ആരുടെയും ശിരസിൽ കൈകൾ വെച്ച് പത്രോസ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നില്ല. പത്രോസ് ഒറ്റ കാര്യമായി തെരുവിലൂടെ നടന്നു പോവുകയാണ്. രോഗികളെ കൊണ്ടുവന്ന് തെരുവോരങ്ങളിൽ കിടത്തിയിരിക്കുന്നു, നിഴലടിക്കുന്നു, രോഗികളെ സൗഖ്യം പ്രാപിക്കുന്നു. പിശാച് ഉണ്ടായിരുന്ന വ്യക്തികൾ അലറിക്കൊണ്ട് പിശാച് വിട്ടുപോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു അഭിഷേകമായത്! കൊട്ടാരമുറ്റത്തിരുന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് സല്ലിത്. ഇപ്പോൾ പത്രോസിന്റെ സാന്നിധ്യം മതി, പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോകുന്നു. തളർന്നു കിടന്നവരൊക്കെ ചാടി എഴുന്നേൽക്കുക. നിഴലടിച്ചപ്പോൾ സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ അഭിഷേകം നീ എനിക്ക് തരണം, ഇത് തരുകയാണെന്ന് നല്ലതായിരുന്നു. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന് ഒരു ഉദാഹരണം. ഒരു ദിവസം ഞാനിവിടെ എറണാകുളത്തൊരു ആവശ്യത്തിന് വന്നിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിലൂടെ ആ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പത്രോസിന് കിട്ടിയ അഭിഷേകം ഉണ്ടായിരുന്നത്തെ സ്ഥിതി എന്തായിരിക്കും? എന്തായിരിക്കും സ്ഥിതി? ആ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും പിശാച് ബാധയുണ്ടെങ്കിൽ പറഞ്ഞേ പിശാചുകൾ ബാധയുണ്ടെങ്കിൽ അലറി കൂവി കാറി ബഹളമായിരിക്കും. രോഗികളായിട്ടൊക്കെ ഇരിക്കുന്നവർ തൽക്ഷണം സൗഖ്യം പ്രാപിക്കുന്നു. വീൽ ചെയറെ കൊണ്ടുവന്നവരുണ്ട്, തളർവാതിലുകളൊക്കെ വന്നിട്ടുണ്ട്. ട്രെയിനെ കൊണ്ടുവന്നു. ഭയങ്കര രസമായിരിക്കും. പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇതാ തളർവാതിലുകൾ എണീറ്റ് നടക്കുന്നു. പിശാച് മാതിരി അലറിക്കൊണ്ട് ബഹളം വെക്കുന്നു. ഇച്ചിരി കഴിയുമ്പോൾ പോലീസ് വരെ നിയന്ത്രിക്കാനായിട്ട്. എന്താ സംഭവം എന്ന് ജനത്തിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ഇതൊക്കെ സംഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള അഭിഷേകമായി ഇനി ഉണ്ടാവേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
പത്രോസിൻ്റെ നിഴലടിച്ച രോഗികൾ സൗഖ്യം പ്രാപിക്കുക. അത്ഭുതങ്ങളിലൂടെ പത്രോസ് അപ്പസ്തോലൻ കടന്നു പോവുക. പത്രോസ് അപ്പസ്തോലൻ ഇപ്പം പഴയ ആളൊന്നുമല്ല. സ്വർഗത്തിൻ്റെ സകല അധികാരങ്ങളും കൈവശമുണ്ടല്ലേ. സ്വർഗത്തിൻ്റെ താക്കോൽ കയ്യിലുണ്ട്. കെട്ടുവാൻ അഴിക്കുവാൻ അധികാരമുള്ള വലിയ വ്യക്തിയാണ് പത്രോസ് അപ്പസ്തോലൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി പത്രോസിന് അഭിഷേകം ആ ലെവലായി. ഇപ്പോൾ നിഴലടിച്ചാൽ സൗഖ്യം. ഇവിടെ പത്രോസിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട, വചനം പറയേണ്ട ഒരു ശ്രമങ്ങളുമില്ല. സാന്നിധ്യം സൗഖ്യമായി, അത്ഭുതമായി, അഭിഷേകമായിട്ട് മാറുന്നു. ഹല്ലേലൂയ. ഇത് അഭിഷേകത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ്. ഇനി അതിൻ്റെയും ഒരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ കാണുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോപ്പ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന തബീത്ത എന്നു പേരുള്ള ഒരു മകൾ മരിച്ചു. പത്രോസിന് വളരെ അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. തബീത്ത വലിയ ദൈവഭക്തിയായിരുന്നു, ഒത്തിരി ദാനധർമ്മമൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. തബീത്ത മരിച്ചു. അപ്പോൾ പത്രോസ് അപ്പസ്തോലൻ ലിദായിലാണ്. പത്രോസ് അപ്പസ്തോലനെ വിവരമറിയിച്ചു. പത്രോസ് യോപ്പായിലേക്ക് വരികയാണ്. യോപ്പായിലേക്ക് പത്രോസ് അപ്പസ്തോലൻ വന്നു. ആ മരിച്ച തബീത്തയുടെ വീട്ടിലേക്ക് പത്രോസ് എത്തുകയാണ്. അവിടെ വന്നിട്ട് പത്രോസ് ചങ്കത്തടിച്ച് കരഞ്ഞോ? ഇല്ല. പത്രോസ് അവിടെ വന്നിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരിക. എല്ലാവരെയും പുറത്താക്കി. പത്രോസ് പുറത്താക്കി. ആ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് പത്രോസ് കരഞ്ഞോ? ഇല്ല. വചനം പറയുന്നു, പത്രോസ് മുട്ടുകുത്തി നിന്നു. തബീത്തയുടെ മൃതശരീരം അവിടെ കിടക്കുക. പത്രോസ് അവിടെ മുട്ടുകുത്തി നിന്നിട്ട് പത്രോസ് എന്ത് ചെയ്തു? പൊട്ടിക്കരഞ്ഞോ? ഇല്ല. പത്രോസ് എന്താ ചെയ്തത്? മുട്ടുകുത്തി നിന്നിട്ട് കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് കൈനീട്ടി. എന്നിട്ട് കൽപ്പിക്കുകയാണ്, തബീത്ത നീ എണീൽക്കൂ. പത്രോസ് കൽപ്പിച്ചു, തബീത്ത നീ എണീക്കൂ. അവിടെ യേശുവിൻ്റെ നാമം പത്രോസ് ഉപയോഗിക്കുന്നില്ല. യേശു നാമത്തിൽ തബീത്തായോട് എണീക്കുവാനായിട്ട് പത്രോസ് അപ്പസ്തോലൻ പറയുന്നില്ല. അവിടെ കൽപ്പിക്കുകയാണ്, തബീത്ത നീ എണീൽക്കൂ. അവിടെ നിൽക്കുന്ന പത്രോസ് മരണത്തിൻ്റെ മേൽ പോലും അധികാരമുള്ളവനായിട്ട് അവിടെ നിൽക്കുന്നു. ഒരു സാധാരണ മുഖവൻ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കൃപാവരങ്ങളിൽ വളർന്നു വന്നിതാ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തനായ വ്യക്തിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ഈ അഭിഷേകം പത്രോസ് അപ്പസ്തോലന് മാത്രമുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അഭിഷേകം തന്നെയാണിത്. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, ഈ തീ കത്തിപ്പെടണം. പത്രോസ് കൽപ്പിച്ചു, തബീത്ത നീ എണീൽക്കൂ. തൽക്ഷണം മരിച്ച തബീത്ത ഉയർത്തി നിൽക്കുകയാണ്. അവിടെ യേശു നാമത്തിലല്ല പത്രോസ് കൽപ്പിക്കുന്നത്. പത്രോസ് അധികാരത്തോടെ പറയുക, തബീത്ത എണീൽക്കൂ. അത് പറയാൻ തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ അഭിഷേകം പത്രോസിൻ്റെ മേലുണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അഭിഷേകം പത്രോസിന് കർത്താവ് കൊടുത്തു കഴിഞ്ഞിരുന്നു. അത്രമാത്രം അധികാരത്തിൻ്റെ മനുഷ്യനായിട്ട്, മറ്റൊരു ക്രിസ്തുവായിട്ട് പത്രോസ് അവിടെ നിന്നുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാധാരണ മുഖവൻ അസാധാരണ അഭിഷേകത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുന്നു. അസാധാരണ മനുഷ്യനായിട്ട് പത്രോസ് അപ്പസ്തോലൻ മാറിക്കഴിഞ്ഞിരുന്നു. കരമുയർത്തിയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. നമ്മളും സാധാരണ മനുഷ്യരാണ്. പത്രോസ് അപ്പസ്തോലനെ പോലെ തന്നെ സാധാരണക്കാരാണ് നമ്മൾ. ആണോ? പത്രോസ് അപ്പസ്തോലന് കൊടുത്ത ഇതേ അഭിഷേകം തന്നെ നമുക്ക് മേടിക്കണം. വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ? പോരാ. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഏറ്റവും അധികം ദാഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്ക്. ഈ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഞാൻ അയർലൻഡിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ മധ്യസ്ഥനാണ്, ആ രാജ്യത്തിന് മധ്യസ്ഥനാണ് വിശുദ്ധ പാട്രിക്ക്.
മരിച്ചുപോയ 39 പേരെ ഉയർപ്പിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്ക്. എത്രയോ വിശുദ്ധന്മാര് മരിച്ചവരെ ഉയർപ്പിച്ച അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇനി സംഭവിക്കേണ്ട അടയാളങ്ങളതാ. മരിച്ചവർ പോലും ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങൾ സഭയിൽ സംഭവിക്കണം. കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ, കർത്താവിൻ്റെ ദാസന്മാരുടെ മരിച്ചവർ ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിൽ സംഭവിക്കണം. അങ്ങനെ സുവിശേഷത്തിൻ്റെ തീ ഭാരതത്തിൽ കത്തിപ്പടരണം. ആകെ 2.5% ജനങ്ങളെ ക്രിസ്തുവിനെ അറിഞ്ഞവർ ഈ ഭാരതത്തിലുള്ളൂ. ബാക്കി 97% ജനങ്ങൾ ക്രിസ്തുവിനെ അറിയണം. ഭാരതത്തിൽ സുവിശേഷത്തിൻ്റെ അഗ്നി കത്തണമെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ മരിച്ചവർ പോലും ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങളും അസാധാരണമായ അടയാളങ്ങളും ഈ സമൂഹത്തിൽ സംഭവിച്ചേ മതിയാവത്തുള്ളൂ. അതിനുവേണ്ടി സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചവർ ഉയർത്തി നിൽക്കുന്ന അത്ഭുതം അത് പോരാ. ഈ അടുത്ത നാളിൽ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന്, കർത്താവേ, ഓപ്പറേഷനിൽ നീക്കം ചെയ്ത ബ്രസ്റ്റുകൾ, ക്യാൻസർ ബാധിച്ച ബ്രസ്റ്റ് നീക്കം ചെയ്തു. ഓപ്പറേഷൻ യേശുവിന്റെ നാമത്തിൽ ബ്രസ്റ്റ് ഉണ്ടാവട്ടെ, തൽക്ഷണം ബ്രസ്റ്റ് ഉണ്ടാവണം. ഹല്ലേലൂയ. ഷുഗർ വന്ന് മുറിച്ചു മാറ്റിയ കാലുകൾ യേശുവിന്റെ നാമത്തിൽ കാല് സൃഷ്ടിക്കപ്പെടട്ടെ, കാല് ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്ക്, ചിന്തയ്ക്ക് വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ സംഭവിച്ചേ പറ്റൂ. ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ കോയമ്പത്തൂരിൽ ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ്. വലിയ അനുഗ്രഹം. കോയമ്പത്തൂർ ദേശത്ത് ഇന്നോളം കൂടാത്തവണ്ണം ജനം അവിടെ കൂടി. ആദ്യ ദിവസം തന്നെ തളർവാതിലുകൾ എണീറ്റ് നടന്നു. വലിയ വലിയ സൗഖ്യങ്ങൾ, വലിയ സംഭവങ്ങൾ നടന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൾ, അവരുടെ പേര് ഞാൻ പങ്കുവയ്ക്കുന്നു, സുമ വർമ്മ. അവള് പാലക്കാട്ടുകാരിയാണ്. അവൾ ക്രിസ്തുവിനെ അറിഞ്ഞു. മാമുദീസ സ്വീകരിച്ച് ആൻ മരിയ എന്ന പേര് സ്വീകരിച്ച് അവൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറി. അവളൊരു രാജകുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കോയമ്പത്തൂർ അവളൊരു കമ്പനിയിൽ ജോലിയായിരുന്നു. ആ ജോലി പോയി. അവസരത്തിൽ ഒരു ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവിൽ അവൾക്ക് ഒരു കമ്പനിയുടെ മാനേജരായിട്ട് ജോലി കിട്ടി. MBA കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ആ ധ്യാനത്തിൻ്റെ 3ാമത്തെ ദിവസം അവൾ അന്നത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു, ബ്രദറെ, ജന്മന എൻ്റെ വലത് കാലിന് പോളിയോ വന്നിട്ട് ചെറിയൊരു ബലക്കുറവുണ്ട് നടക്കുമ്പോൾ. അത് മാത്രമല്ല, എൻ്റെ വലത് കാലിൻ്റെ കാൽപ്പത്തിക്ക് നീളക്കുറവാണ്. ഷൂ ഇട്ട് കഴിഞ്ഞാൽ വലത് കാലിന് ഷൂവിൻ്റെ മുൻഭാഗത്ത് കുറേ തുണി വെച്ച് അമ്മയ്ക്ക് വെച്ചതിന് ശേഷം ഷൂ ഇട്ടാലേ കാല് മുറുകിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഷൂ ഊരിപ്പോവും. ഒരു 2 ഇഞ്ചോളം വലത്തെ കാലിന് വലിപ്പക്കുറവ്, 2 ഇഞ്ച് കാൽപ്പത്തിക്ക് നീളക്കുറവ്. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാം, യേശു നിന്നെ തൊടും. അവൾ കാലടിപ്പിച്ചു വെച്ചു, മുട്ടയും തിന്നു. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവേ, അവരുടെ വലത് കാലിന് ബലം കൊടുക്കണം. നീളം കുറവുള്ള കാൽപ്പത്തിക്ക് നീളക്കുറവുള്ള കാൽപ്പത്തി യേശുവിൻ്റെ നാമത്തിൽ നീളം വയ്ക്കാനായിട്ട് ഒരൊറ്റ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മൾ എഴുന്നേക്കാൻ പറഞ്ഞു. മുട്ടയിൽ നമ്മൾ എഴുന്നേറ്റു. അവിടെ എഴുന്നേറ്റ് കാൽപാദം ഒപ്പം വെക്കാൻ പറഞ്ഞു. കാൽപാദം ഒപ്പത്തി വെച്ചിട്ട് ഒറ്റ നിലവിളിയാണ്. വലിപ്പമില്ലാതിരുന്ന വലത് കാൽപാദം വളർന്ന് ഇടത് കാൽപാദത്തിൻ്റെ ഒപ്പമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുമ വർമ്മ, ആൻമരിയ എന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകൾ അവളൊരു തീപ്പൊരിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ പിറ്റേ ദിവസം അവളവിടെ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ഹല്ലേലൂയ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ നടന്നേ മതിയാകത്തുള്ളൂ. മനുഷ്യന് വിശ്വസിക്കാനാവാത്ത അസാധാരണമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സമൂഹ മധ്യത്തിൽ സംഭവിക്കും. അതിന് ഉള്ള വലിയ അഭിഷേകം കർത്താവ് തുറക്കും. വരും നാളുകൾ നിങ്ങൾക്ക് ചിന്തിക്കാനാവാത്ത അസാധാരണ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾ കാണാൻ പോവുക. ഹല്ലേലൂയ. അതിലൂടെ സുവിശേഷത്തിൻ്റെ തീ പടരും. നമുക്ക് വിശ്വസിക്കാം, മരിച്ചവർ പോലും ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങൾ വരും കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അതിനായിട്ട് കർത്താവ് തൻ്റെ അഭിഷിക്തരെ, ആ മരിച്ചവരെ ഉയർപ്പിക്കാൻ അഭിഷേകം നൽകി ഉയർത്തുമെന്ന് വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരും കാലഘട്ടങ്ങളിൽ അനേകർ അഗ്നിയുടെ സ്നാനമേറ്റ് ശക്തരായ മനുഷ്യരായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറണം. ഈ ഭാരതത്തിലെ
ജനകോടികൾ കരമുയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുന്ന ഒരു സുവർണ കാലം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ വേലയാണ് സുവിശേഷ വേല. ഈ ഭാരതം സുവിശേഷവൽക്കരിക്കപ്പെടണം. അസാധാരണ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ ഭാരതത്തിന് മുന്നിൽ സംഭവിക്കണം. കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ മരിച്ചോർ പോലും ഉയർത്തി നിൽക്കട്ടെ. സാധാരണ മനുഷ്യനായിരുന്ന പത്രോസിനെ അഭിഷേകത്തിൽ വളർത്തി കർത്താവിൻ്റെ ആത്മാവ് കൊണ്ടുപോയത് കണ്ടോ നിങ്ങൾ? ഇതുപോലെ അനേകം ശുശ്രൂഷകർ ആയിത്തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങാൻ നമുക്കൊരുങ്ങാം.